നല്ല നാടൻ മീൻപീര തയ്യാറാക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോ കാണാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റഡ് ചാനൽ. ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് മീൻ എടുത്തിട്ടുള്ളത്. വേളൂരി എന്നറിയപ്പെടുന്ന മീനാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയ ഇനത്തിൽപ്പെട്ട ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ചെറിയ മത്തി, അതുപോലെ നത്തോലി, അങ്ങനെയുള്ള പൊടിമീനുകളൊക്കെ ഈ മീൻപീര തയ്യാറാക്കാൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുള്ളത്, ചുവന്നുള്ളി 12 അല്ലി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി വേണ്ടത് കുടംപുളിയാണ്. കുടംപുളി അല്പം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇതും ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒരു 15 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. 2 കപ്പ് ചിരകിയ തേങ്ങ മിക്സർ ജാറിലേക്ക് ഇടാം. ഇനി ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ചുവന്നുള്ളി അല്ലികളാണ്. ഇതും ചേർക്കാം. വെളുത്തുള്ളി 4 വെളുത്തുള്ളി അല്ലികളാണ് വേണ്ടത്. ഇതും ചേർക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. 2 വാഴയില കീറിയത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അധികം എണ്ണയോ വെള്ളമോ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചട്ടിയുടെ അടിയിൽ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാഴയില ഉപയോഗിക്കുന്നത്. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പാണിത്. ഈ അരപ്പിന്റെ പകുതി ഭാഗം ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഭാഗം മാത്രം ഇപ്പോൾ എടുത്താൽ മതിയാകും. ഒരു സ്പൂൺ ഉപയോഗിച്ച് നിരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഈ അരപ്പിന്റെ മുകളിലേക്ക് നിരത്തിയിട്ട് കൊടുക്കണം. ബാക്കിയുള്ള അരപ്പ് കൂടി മീനിന്റെ മുകളിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇതും ഇതിന്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇതിനി വാഴയില ഉപയോഗിച്ച് തന്നെ പൊതിഞ്ഞു വെക്കണം. എന്നിട്ട് ആവി പുറത്ത് കടക്കാത്ത വിധം നന്നായിട്ട് അടച്ചു വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇതൊരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായെന്ന് നോക്കാം. ഇല ഒന്ന് മാറ്റുകയാണ് ഞാൻ. മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം നല്ലപോലെ പറ്റി പീര തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ചട്ടിയുടെ അടിയിലൊന്നും അരപ്പ് പറ്റി പിടിച്ചിട്ടില്ല. നല്ലൊരു മണം കിട്ടുന്നുണ്ട് എനിക്ക്. ഈ വാഴയിലയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് നല്ലൊരു മണമാണ് ഈ പീരയ്ക്ക് കിട്ടുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 5 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കണം. വിളമ്പുന്ന സമയത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വിളമ്പാം. ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്താം. അതുവരെ ബൈ ബൈ.